ബി.ജെ.പിയുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരൻ അദ്ദേഹം മംഗളം ദിനപത്രം ഏറ്റെടുക്കാൻ പോകുന്നു എന്ന് പറയുന്നൊരു വാർത്ത പുറത്തു വരുന്നുണ്ട്. എനിക്ക് അപ്പോൾ തോന്നിയൊരു സംശയമാണ്, അദ്ദേഹം ബി.ജെ.പിയുടെ സംസ്ഥാന അധ്യക്ഷനായതിനു ശേഷം ഒരുപാട് കാശ് ചെലവാക്കുന്നുണ്ട്. ഈ പൈസ എല്ലാം കൊടുത്ത് കേരളത്തിലെ മാധ്യമങ്ങളെ എല്ലാം വിലക്കെടുക്കാനുള്ള ഒരു തന്ത്രമല്ലേ ഇത്? കേരളത്തിലെ മാധ്യമങ്ങളെ വിലക്കെടുക്കുക എന്ന് പറയുമ്പം ബേസിക്കലി അദ്ദേഹം ഒരു ബിസിനസ്സുകാരനാണ്, ഒരു IT പ്രൊഫഷണലാണ്. ഷിക്കാഗോയിലാണെന്ന് തോന്നുന്നു പോയിട്ട് പിന്നെ മാസ്റ്റർ ബിരുദമൊക്കെ എടുത്തത് IT-ക്കകത്താണ് എടുത്തിട്ടുള്ളത്. അത് കഴിഞ്ഞിട്ട് അദ്ദേഹം തന്നെ അവിടെ തന്നെ വിവിധ IT കമ്പനികളിൽ വർക്ക് ചെയ്തു അമേരിക്കയിൽ. പിന്നീട് അദ്ദേഹം ഇവിടെ വരുന്നു, BPL ചെയർമാൻ്റെ മകളെ കല്യാണം കഴിക്കുന്നു. അതിനുശേഷം അവിടെ അതേ അമ്മായിയപ്പൻ്റെ കമ്പനി തന്നെ ജോയിൻ ചെയ്തതിനു ശേഷം അവരുടെ ഓഹരികൾ വലിയ വിലയ്ക്ക് പിന്നെ മാർക്കറ്റിൽ വിൽക്കുന്നു. അപ്പോൾ അദ്ദേഹം എന്ന് വെച്ചാൽ രണ്ട് തരത്തിലാണ്. ഒന്ന്, ബിസിനസ് നന്നായി പഠിച്ചു. അദ്ദേഹം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ MBA ഒന്നും ചെയ്തിട്ടില്ല, ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ കോഴ്സൊന്നും അല്ല ചെയ്തത്. IT മേഖലയായിട്ടാണെങ്കിലും അതെങ്ങനെ മാർക്കറ്റ് ചെയ്യാമെന്നറിയാം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി വെച്ചിട്ട് അദ്ദേഹം ഇൻവെസ്റ്റ് ചെയ്യുന്ന പൈസ അത് ബിസിനസ്സാണ്, പൊളിറ്റിക്സാണ്. അദ്ദേഹം 49-ാമത്തെ അതോ 51-ാമത്തെ വയസ്സിലും കണ്ടാണ് കർണാടകയിലെ MP ആയിട്ട് രാജ്യസഭ MP ആയിട്ട് തിരഞ്ഞെടുക്കപ്പെടുന്നത്. ഒരു ന്യൂ ജെൻ പൊളിറ്റീഷ്യനാണ്. 3 ടേം രാജ്യസഭയിലിരുന്നു, 18 വർഷം. അത് മാത്രമല്ല കുറച്ചു കാലം കേന്ദ്രമന്ത്രിയായിട്ടിരുന്നു. കേന്ദ്രമന്ത്രിയായിരിക്കുമ്പോൾ സംസ്ഥാനങ്ങളുടെ ചുമതല കൊടുത്തു. എനിക്ക് തോന്നുന്നു 2021 തൊട്ട് 24 വരെ 3 വർഷക്കാലമാണ് അദ്ദേഹം മന്ത്രിയായിട്ടിരുന്നത്. 60 വയസ്സേ ഉള്ളൂ. അപ്പോൾ 41 വയസ്സിലാണ് തോന്നുന്നത് അദ്ദേഹം ആദ്യമായിട്ട് MP ആവുന്നത്. ചെറിയ പ്രായത്തിനുള്ളിൽ തന്നെ പല കാര്യങ്ങളും അച്ചീവ് ചെയ്ത ഒരാളാണ്. അപ്പോൾ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം മീഡിയ വിലക്കെടുക്കുക എന്ന് പറയുമ്പോൾ മീഡിയ വിലക്കെടുക്കുന്നിടത്ത് മീഡിയ വേറെ, പൊളിറ്റിക്സ് വേറെ. ഇപ്പോൾ ഏഷ്യാനെറ്റ് ചാനൽ അദ്ദേഹം വിലക്കെടുക്കും. ഏഷ്യാനെറ്റ് ചാനൽ നമുക്കറിയാം, മലയാളത്തിലെ ആദ്യത്തെ ആ രീതിയിലുള്ള ദൂരദർശന ശേഷം സ്വകാര്യ മാധ്യമങ്ങൾ വരുമ്പോൾ ആദ്യത്തെ ചാനലാണ് ഏഷ്യാനെറ്റ്. ശശികുമാർ കൂടെ തുടങ്ങിയതാണ്. പക്ഷേ പിന്നീട് പ്രത്യേക ഘട്ടത്തിൽ അദ്ദേഹം വിൽക്കുന്നു, പല വഴിക്ക് കൈമാറി അവസാനം അത് രാജീവ് ചന്ദ്രശേഖരൻ്റെ അടുത്തെത്തുന്നു. രാജീവ് ചന്ദ്രശേഖർ ഏഷ്യാനെറ്റിൻ്റെ എഡിറ്റോറിയൽ പോളിസിക്കകത്ത് അനാവശ്യമായി ഇടപെടുന്നില്ല എന്നത് എനിക്ക് കൃത്യമായിട്ട് അറിയാവുന്നൊരു കാര്യമല്ല. നമുക്ക് പലരുമായിട്ടും കണക്ഷൻ ഉണ്ടല്ലോ അവിടെയുള്ള, അതിനകത്ത് ഇടപെടുന്നില്ല. ഏഷ്യാനെറ്റ് ആരൊക്കെ ഉണ്ടായിരുന്നു? പക്ഷേ അതിനകത്ത് വേറൊരു കാര്യം, ഈ മാധ്യമങ്ങളല്ലേ ഈ രാഷ്ട്രീയ പ്രൊപ്പഗണ്ട ഉണ്ടാക്കുന്നത്? അല്ല, ഞാൻ പറയട്ടെ, രാഷ്ട്രീയ പ്രൊപ്പഗണ്ടകൾ മാധ്യമങ്ങൾ ഉണ്ടാക്കുമല്ലോ സ്വാഭാവികമായിട്ടും. മാധ്യമങ്ങൾക്ക് അജണ്ടകളുണ്ട്. അത് അദ്ദേഹത്തിന് അനുകൂലമായിട്ട് ഇനി ചെയ്തുകൂടെ? അദ്ദേഹത്തിന് അനുകൂലമായിട്ട് ചെയ്യേണ്ട ഒരു സമയത്ത് ചിലപ്പോൾ ചെയ്യില്ല എന്നൊന്നും പറയാൻ പറ്റില്ല. അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ള സ്ഥാപനമാണ്. ഇപ്പോൾ നമ്മൾ ഓൺലൈൻ മാധ്യമം മീഡിയ നടത്തുമ്പം നമ്മൾ പിന്നെ എനിക്കൊരു ചാനലുണ്ടെന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ ഞാൻ ഒരു ഇലക്ഷൻ മത്സരിക്കുന്ന സമയത്ത് ആ രീതിയിൽ ചിലപ്പോൾ ഉപയോഗപ്പെടുത്താം. പക്ഷേ ആ രീതിയിൽ അതിന് വിട്ട ഉപയോഗപ്പെടുത്തലില്ല. പ്രൊഫഷണൽ, കാരണം അത് ഒരു പ്രൊഫഷണലാണ്, IT പ്രൊഫഷണലാണ്, ബിസിനസ്സിൽ പ്രൊഫഷണലാണ്. അതുകൊണ്ട് തന്നെ ആ പ്രൊഫഷണലിസം വിട്ട് ഏഷ്യാനെറ്റിനെ ഇദ്ദേഹത്തെ എപ്പോഴും പാടിപ്പോഴ്ത്തുന്ന ഒരു ചാനലായിട്ട് മാറ്റിയിട്ടില്ല. നിലവാരങ്ങളെ അദ്ദേഹം സൂക്ഷിച്ചിട്ടുള്ളത്. പണമെങ്കിൽ വളരെ തന്ത്രപരമായി ചിലപ്പോൾ അദ്ദേഹത്തിന് അനുകൂലമായി ചില കാര്യങ്ങൾ ടോൺ ചെയ്യുന്നതിൽ നിർണായകമായ പങ്ക് ആ ചാനൽ വഹിച്ചിട്ടില്ല എന്നും ആ ചാനലിനെ ഉപയോഗപ്പെടുത്തിയിട്ടില്ല എന്നും ഒന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. സ്വാഭാവികമായിട്ട് അതുണ്ടാവും. നമ്മുടെ കയ്യിൽ സ്ഥാപനം ഉണ്ടെങ്കിൽ നമ്മുടെ PR വർക്കൊക്കെ ഇടയിൽ കൂടെ തിരികെ കയറ്റും. പക്ഷേ ആ PR വർക്ക് പരസ്യമായി നടത്തുന്നു എന്ന് തോന്നിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ലല്ലോ. ഇപ്പോൾ ബാക്കിയുള്ള എല്ലാ കൈരളി ചാനലും അല്ലെങ്കിൽ ജന്മഭൂമിയോ ജനം TVയോ നമ്മുടെ ജയ്ഹിന്ദ് ചാനലോ ഒക്കെ നടത്തുന്നത് പോലെയുള്ള പരസ്യമായ രീതിയിൽ പ്രചാരണം വേണ്ട. 24 ന്യൂസും റിപ്പോർട്ടർ ചാനലും വരെ ചെയ്യുന്നത് ചില സമയത്ത് എങ്ങനെയാണ് ബ്ലൈൻഡ് ആയിട്ടുള്ള ക്യാമ്പയിൻ്റെ ഇവരുടെ സ്ലോഗൻ ഏറ്റുപിടിക്കുന്ന അവർക്ക് താല്പര്യമുള്ള രാഷ്ട്രീയ പാർട്ടിയുടെ മുദ്രാവാക്യങ്ങളുടെ പ്രചാരകരായിട്ട് അവർ മാറുന്നുണ്ട്. അങ്ങനെ സ്വയം പിന്നെ അധപതനത്തിലേക്ക് ഏഷ്യാനെറ്റ് പോകുന്നില്ല. അല്ല, ഇതിനകത്ത് മറ്റൊരു കാര്യം, അപ്പോൾ ഏഷ്യാനെറ്റ് ഇങ്ങനെയുള്ള ചാനലുകളൊക്കെ മാറ്റി നിർത്തുക. അപ്പം RSSന്റെ ജന്മഭൂമി അത് നഷ്ടത്തിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ട് അദ്ദേഹത്തിന് ആ ഒരു പത്രം ഏറ്റെടുക്കാൻ കഴിയുന്നില്ല? ഞാൻ പറഞ്ഞില്ല, അതുകൊണ്ടാണ് പറഞ്ഞത് ഇദ്ദേഹം ബിസിനസ്സുകാരനാണെന്ന് പറഞ്ഞത്. പൊളിറ്റീഷ്യൻ എന്നത് പിന്നെ സെക്കൻഡറിയാണ്, അത് ബിസിനസ്സുകാരനായതുകൊണ്ടാണ് രാജീവ് ചന്ദ്രശേഖർ രാഷ്ട്രീയത്തിലെത്തിയത്. രാഷ്ട്രീയത്തിലെത്തിയിട്ട് രാജീവ് ചന്ദ്രശേഖർ ബിസിനസ്സുകാരനായതല്ല. പല ആൾക്കാർക്കും രാഷ്ട്രീയം ബിസിനസ്സാണ്. ഇദ്ദേഹത്തിന് രാഷ്ട്രീയം ബിസിനസ്സല്ല. രാഷ്ട്രീയത്തിനകത്ത് അദ്ദേഹം ഡെഡിക്കേറ്റഡ് ആണ്. ആ ഡെഡിക്കേഷനെ കുറിച്ച് പരിപൂർണമായ ബോധ്യമുള്ളത് കൊണ്ടാണ് നാഗപ്പൂരിലെ RSS കേന്ദ്രത്തിൽ നിന്ന് ഗ്രീൻ സിഗ്നൽ വാങ്ങി നരേന്ദ്രമോദിയും അമിത്ഷായും JP നഡ്ഡയും ഇദ്ദേഹത്തെ കുറിച്ച് സംസ്ഥാന അധ്യക്ഷനാക്കിയിരിക്കുന്നത്. കാരണം അദ്ദേഹത്തിൻ്റെ ന്യൂജൻ പൊളിറ്റീഷ്യനാണ്. കേരളത്തിലെ ഇന്നത്തെ തലമുറയ്ക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന്, അവർ കേരളത്തിൽ നിൽക്കാൻ ഇഷ്ടപ്പെടുന്നില്ല. നമുക്കറിയാം, എല്ലാം ഇപ്പം നമ്മുടെ കസിൻസിൻ്റെ മക്കളെ ആണെങ്കിൽ എനിക്ക് എന്നെ പേഴ്സണലായിട്ട് അറിയാം, എല്ലാം പറയുന്നത് 10ാം ക്ലാസ് കഴിയുമ്പോഴേ പുറത്തു പോകണമെന്നാണ് പറയുന്നത്. കാനഡ, UK, ഓസ്ട്രേലിയ എന്നുള്ള താല്പര്യത്തിൽ അവർ നിൽക്കുന്നത്. ഹയർ എഡ്യൂക്കേഷൻ ഏറ്റവും പറ്റിയ സ്ഥലങ്ങൾ അതാണല്ലോ. അപ്പോൾ US-നേക്കാൾ കൂടുതൽ അഫോർഡബിൾ ആയിട്ടുള്ള ഇങ്ങനെ നിൽക്കുന്നത്. പക്ഷേ +2 കഴിയുമ്പോൾ ഈ പിള്ളേരെല്ലാം അങ്ങോട്ടാണ് പോകുന്നത്. അതിന് പറ്റാത്ത കുടുംബത്തിൽപ്പെട്ട ചില പിന്നെ ഇപ്പോൾ കുറച്ചുകൂടി സാമ്പത്തികമായിട്ട് ശേഷിയില്ലാത്തവർ
അവർ കേരളം വിട്ടു പോകണം, ബാംഗ്ലൂർ എവിടെയെങ്കിലും പോകണം എന്നുള്ളതാണ്. ഈ ഒരു അവസ്ഥയിൽ നിൽക്കുന്ന ഒരു ജനറേഷനെയാണ് അഡ്രസ്സ് ചെയ്യുന്നത്. ആ ജനറേഷനെ അഡ്രസ്സ് ചെയ്യാൻ പറ്റിയ ഒരാളാണ് രാജീവ് ചന്ദ്രശേഖർ. രാജീവ് ചന്ദ്രശേഖർ 60 വയസ്സുണ്ടെങ്കിലും ഇപ്പോഴത്തെ 20 വയസ്സുള്ള പിള്ളേരെ അഡ്രസ്സ് ചെയ്യാൻ പറ്റും പുള്ളിക്ക്. അവരുടെ ഇഷ്യൂസ് എന്താണെന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കാനും ഡാറ്റ കൃത്യമായിട്ട് എടുക്കാനും അറിയാം. അതിന് പറ്റുന്ന രീതിയിലാണ് അദ്ദേഹം പോയിരുന്നത്. പിന്നെ അദ്ദേഹം ചെയ്തിട്ടുള്ള എനിക്കൊട്ടും രുചിക്കാതെ പോയത്, അദ്ദേഹം സംസ്ഥാന അധ്യക്ഷനായതിനു ശേഷം എനിക്ക് മുണ്ട് ഉടുക്കാനും അറിയാം, മുണ്ട് മടക്കി കുത്താനും അറിയാം, മലയാളം സംസാരിക്കാനും അറിയാം, മലയാളത്തിൽ തെറി വിളിക്കാനും അറിയാം എന്ന് പറയുമ്പം ഞാൻ അതിനെക്കുറിച്ച് പല BJP നേതാക്കന്മാരോട് സംസാരിച്ചിട്ടുണ്ട്. ഇദ്ദേഹത്തിന് അടുത്ത സുഹൃത്തുക്കളായിട്ടുള്ള എനിക്ക് രാജീവ് ചന്ദ്രശേഖറുമായിട്ട് നിർഭാഗ്യവശാൽ ഇതുവരെ പേഴ്സണൽ ഒരു അവരിൽ ബന്ധം ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടില്ല. അദ്ദേഹം ഒഴിച്ച് ബാക്കി എല്ലാവരുമായിട്ട് നല്ല ബന്ധമുണ്ട്. അദ്ദേഹത്തിൻ്റെ എതിർപക്ഷത്ത് നിൽക്കുന്നവരും അദ്ദേഹത്തിൻ്റെ കൂടെ നിൽക്കുന്നവരും ഒക്കെ ആയിട്ട്. അപ്പം പലരുമായിട്ട് ഞാൻ സംസാരിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ വെൽവിഷേഴ്സ് ആയിട്ടുള്ള ആൾക്കാരുടെ അടുത്ത് നിങ്ങളൊന്നും പറഞ്ഞ് തിരുത്തിക്കൂടെ എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പം അവർ പറഞ്ഞത് അങ്ങനെയല്ല, രാജീവ് ചന്ദ്രശേഖർ അതും വെറുതെ പറഞ്ഞതല്ല. കേരള രാഷ്ട്രീയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ തന്നെയാണല്ലോ, ഈ തെറിവിളിയും ഇതും ഒക്കെ അതിൻ്റെ ഇടയിൽ കൂടെ എനിക്കും അത് അറിയാം എന്ന് പറയുമ്പം അണികളെ ആവേശം കൊള്ളിക്കാൻ വേണ്ടി പറഞ്ഞതാണ്. പക്ഷേ അതിനകത്ത് അക്ഷരത്തെറ്റ് പറ്റിയതാണ് അദ്ദേഹത്തിന് പറ്റിയത്. അക്ഷരത്തെറ്റെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ കേരളീയ സമൂഹത്തിന് ശശി തരൂരിൻ്റെയും രാജീവ് ചന്ദ്രശേഖരൻ്റെയും മലയാളമാണ് വേണ്ടത്. അവർക്ക് അറിയാമല്ലോ, ഇപ്പോൾ എനിക്ക് ഇംഗ്ലീഷ് അറിയത്തില്ല എന്ന് പറയുന്നതിൽ അഭിമാനം കണ്ടെത്തുന്ന ഒരു തലമുറയാണ് പൊതുവിലുള്ളത്. അല്ല, മലയാളം അറിയത്തില്ല എന്ന് പറയുന്നത്, മലയാളം കുറച്ച് പറയും എന്ന് പറയുന്നത് അഭിമാനപൂർവ്വം പറയുന്ന ഒരു തലമുറയെ അഡ്രസ്സ് ചെയ്യുമ്പം മലയാളം പരിപൂർണമായും തനിക്ക് വഴങ്ങുന്നതല്ല എന്ന് ബോധ്യപ്പെടുത്തുന്നതിനകത്ത് കുഴപ്പമില്ല. അത് ന്യൂജൻ പൊളിറ്റിക്സിൻ്റെ സിംബോളിക് ആയിട്ടുള്ള സാധനമാണ്. കാരണം ഇവർ രണ്ടുപേരില്ലേ വൊക്കാബുലറി ഇംഗ്ലീഷിനകത്ത് നന്നായിട്ടുണ്ട്. ശശി തരൂരും അത് തന്നെയാണ്, ന്യൂജൻ പൊളിറ്റീഷ്യനായിട്ട് അദ്ദേഹത്തിന് വയസ്സെത്രയുണ്ട്. അപ്പോൾ ആലോചിച്ച് നോക്ക്. അതേസമയം ഇവിടെ ഗോഗ വിളിക്കുന്ന പരസ്പരം കല്ലെറിയുന്ന, പരസ്പരം ചീത്ത വിളിക്കുന്ന, ചാനൽ ചർച്ചയിൽ വന്നിരുന്ന പുലഭയും പറയുന്ന, തന്തയ്ക്ക് വിളിക്കുന്ന ആ രാഷ്ട്രീയവും തനിക്ക് വേണമെങ്കിൽ വഴങ്ങും എന്ന് പറഞ്ഞ് വെക്കാൻ വേണ്ടിയിട്ടാണ് പുള്ളി ഈ രീതിയിൽ അവിടെ സംസാരിച്ചില്ല. കേരള രാഷ്ട്രീയം എന്ന് പറയുന്നത് മലയാളം പറയുന്നവർക്ക് മാത്രം വഴങ്ങുന്നതല്ലേ? അല്ല, ഒരിക്കലും ഇല്ല. അങ്ങനെയാണെങ്കിൽ ശശി തരൂർ എങ്ങനെയാണ് നിരന്തരമായിട്ട് മത്സരിക്കുകയും വിജയിക്കുകയും ചെയ്യുന്ന? കേരള രാഷ്ട്രീയം മാത്രമല്ല, അദ്ദേഹം ദേശീയ രാഷ്ട്രീയത്തിലും കൂടെ മത്സരിക്കുന്നത്. കേരളത്തിന്റെ തട്ടകത്തിൽ നിന്നല്ല ദേശീയ രാഷ്ട്രീയത്തിലോട്ട് വരുന്നത്. രാഷ്ട്രീയത്തിലെ ലോഞ്ചിങ്, പൊളിറ്റിക്കൽ ലോഞ്ചിങ് എന്ന് പറയുന്നത് UN വർക്ക് ചെയ്ത ശശി തരൂര് തീർത്തും നമുക്ക് അപരിചിതനായിരുന്നു. ആ പേര് നമ്മൾ കേൾക്കുന്നത് UN ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് അദ്ദേഹം മത്സരിക്കുമ്പോഴാണ്. അങ്ങനെ മത്സരിക്കുന്നു, പരാജയപ്പെടുന്നു. അദ്ദേഹം ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വന്ന് ലോഞ്ച് ചെയ്യുന്ന പൊളിറ്റിക്കൽ ലോഞ്ചിങ് എന്ന് പറയുന്നതിന് തട്ടകം കേരളമാണ്, തിരുവനന്തപുരമാണ്. അദ്ദേഹം ബേസിക്കലി എവിടെയാണ് അദ്ദേഹത്തിൻ്റെ സ്ഥലം എന്ന് എനിക്കറിയില്ല. ഓക്കെ, തിരുവനന്തപുരമാണ്. ഒന്ന് മത്സരിക്കുമ്പോൾ മലയാളം ശരിക്കും സംസാരിക്കാൻ അറിയില്ല. അദ്ദേഹത്തിൻ്റെ എതിർ സ്ഥാനാർത്ഥികളൊക്കെ പക്ക നാടൻ മലയാളികളാണ്. പക്ഷേ അതായത് പറഞ്ഞത് നമ്മുടെ ഒരു ഈ കൾച്ചർ മാറിയിട്ടുണ്ട്. ഇതൊന്നും ഒരു വിഷയമല്ല. മലയാളത്തിൽ ആ എന്ന് പോലും പറയാൻ അറിയാതിരുന്ന ഇബ്രാഹിം സുലൈമാൻ സേട്ടു സാഹിബും GM ബനാത്തുവാലയും ദീർഘകാലം കേരളത്തിൽ നിന്ന് ഇന്ത്യൻ പാർലമെന്റിൽ അംഗങ്ങളായിട്ടുണ്ട്, തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. പ്രിയങ്ക ഗാന്ധി വന്നു, സ്വീകരിച്ചില്ല. രാഹുൽ ഗാന്ധി വന്നു, സ്വീകരിച്ചു. നാളെ ആര് വന്നാലും ആ രീതിയിൽ പറ്റുന്ന ആളാണ് എന്ന് തോന്നിക്കഴിഞ്ഞാൽ കേരളം ഇത് കൈ നീട്ടി സ്വീകരിക്കില്ല. ഭാഷയുടെ രാഷ്ട്രീയ വിഷയങ്ങൾ നമ്മൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്, ഹിന്ദിയുമായി ബന്ധപ്പെട്ടിട്ടൊക്കെ. അപ്പോൾ ഈ ഭാഷയ്ക്ക് രാഷ്ട്രീയത്തിൽ ഒരു ബന്ധവുമില്ലേ? അല്ല, ഭാഷയ്ക്ക് രാഷ്ട്രീയത്തിൽ ബന്ധമുണ്ട്. അത് ആകെ നിൽക്കുന്നത് ഇവിടെ മാത്രമേ ഉള്ളൂ. എവിടെ? ഭാഷയ്ക്ക് രാഷ്ട്രീയത്തിൽ കമ്മ്യൂണിക്കേഷനാണ് പ്രധാനമാണ്. കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉത്തരേന്ത്യയിൽ പോയി കഴിഞ്ഞാൽ ഭാഷയ്ക്ക് ഹിന്ദി അറിഞ്ഞില്ലെങ്കിൽ വലിയ ബുദ്ധിമുട്ടാണ്. അവിടുത്തെ ദേശീയമായ ഭാഷ അറിയാം. അല്ല, ഹിന്ദിയുമായി ബന്ധപ്പെട്ട് വലിയ വലിയ വിഷയങ്ങൾ നടന്നു. മഹാരാഷ്ട്ര ആണെങ്കിൽ മറാത്തി അറിഞ്ഞിരിക്കണം. കാരണം അത് അവർ ഈ മഹാരാഷ്ട്രയ്ക്കും തമിഴ്നാടിനുമാണ് ആ രീതിയിലുള്ള സങ്കുചിതമായ ഒരു ചിന്തയുള്ളത്. മറാത്ത ദേശീയവാദം, ഇവിടെ തമിഴ് ദേശീയവാദം. ഹിന്ദി പഠിക്കാനേ പാടില്ല. ഹിന്ദി വിരുദ്ധ പ്രക്ഷോഭം നടത്തിയ മണ്ണാണ് തമിഴ്നാട്. അതിൻ്റെ ഭാഗമായിട്ടുണ്ടായിട്ടുള്ള കെടുതികൾ അനുഭവിക്കുന്ന, ദുരിതം അനുഭവിക്കുന്ന ജനതയാണ് അവിടുത്തെ ഒരു ബിലോ ആവറേജ് ഫിനാൻഷ്യൽ ലെവലിലും വിദ്യാഭ്യാസപരമായിട്ടും പിന്നോക്കം നിൽക്കുന്ന ആളുകൾ. കാരണം പ്രവാസികളായിട്ടും ഏറ്റവും കൂടുതൽ തമിഴ്നാട്ടുകാർ പോകുന്നുണ്ട്. അത് IT മേഖലയിലെ പ്രൊഫഷണൽസ്, എഞ്ചിനീയറിംഗ് വിദഗ്ധർ, അങ്ങനെയുള്ള ആൾക്കാരെ പോകുന്നത്. പക്ഷേ സാധാരണക്കാരായ തമിഴർക്ക് ഒരു കൂലിപ്പണിക്ക്, ഒരു ലേബറായിട്ട് ഗൾഫിലേക്ക് പോകാൻ പറ്റുന്നില്ല. കാരണം ഗൾഫിൽ അറബി അറിയണ്ട, ഹിന്ദി അറിയണം. ഹിന്ദി അറിഞ്ഞാൽ സർവൈവ് ചെയ്യാം ലേബർ പണിക്ക്. അല്ലാതെ ഇംഗ്ലീഷ് അറിഞ്ഞിട്ട് പോകാനും പറ്റില്ല. സാധാരണക്കാരൻ എങ്ങനെ ഇംഗ്ലീഷ് അറിയുന്നത്? ഹിന്ദി പഠിച്ചിരുന്നെങ്കിൽ ഇവൻ അവിടെ പോയിട്ട് ജോലി എടുക്കാം. അപ്പം സാധാരണ തൊഴിൽ മേഖല പോലും ഇവർക്ക് ഇവരെ കൈപ്പിടിയിൽ ഒതുക്കാൻ പറ്റാത്തൊരു മേഖലയായിട്ട് മാറിയിട്ടുണ്ട്. അപ്പം ഹിന്ദി വിരുദ്ധ പ്രക്ഷോഭം നടത്തുന്നതിന് കെടുതി അനുഭവിക്കുന്നത് സാധാരണക്കാരനാണ്. മറാത്ത ദേശീയവാദത്തിൻ്റെയും ഒരു ഉപോൽപ്പന്നമാണ് ഇത്തരം ചില സംഭവങ്ങളുണ്ട്. മഹാരാഷ്ട്രക്കാരും ഉയർന്ന പദവികളിൽ പോകാൻ പറ്റുന്നവർ മാത്രമേ പോകുന്നുള്ളൂ. വിഷയം അതല്ല. ഈ മീഡിയ വരുമ്പം ഇപ്പം മംഗളം അദ്ദേഹം ഏറ്റെടുക്കുക എന്ന് പറയുമ്പം നിലവിലുള്ള ഇക്വേഷൻസിനെല്ലാം മാറ്റും. മംഗളം ഒന്നും കാണാതെ രാജീവ് ചന്ദ്രശേഖർ ഞാൻ പറഞ്ഞല്ലോ, 1 രൂപ ഇട്ടാൽ 2 രൂപ എടുക്കാൻ പറ്റുന്ന സ്ഥലത്തേ ഇടുകയുള്ളൂ. വേണ്ട, 1 രൂപ ഇട്ടെടുത്ത്
അത് 90 പൈസയായിട്ട് വന്നിട്ട് 10 പൈസയുടെ നഷ്ടം അദ്ദേഹം സഹിക്കാൻ നിൽക്കില്ല. അപ്പോൾ അദ്ദേഹം വെൽ പ്ലാൻഡ് ആയിരിക്കും. അത് ഈ പുറത്തു വന്ന വാർത്തകൾ സത്യമാണെങ്കിൽ മംഗളത്തെ മറ്റുള്ള മാധ്യമങ്ങളുമായിട്ട് മത്സരിക്കാൻ പറ്റുന്ന കെൽപ്പിലേക്ക് എത്തിക്കും. മംഗളത്തിൽ പിന്നെ ജന്മഭൂമി തകർന്നു നിൽക്കുന്നു, അതിനെ കൈ പിടിച്ചു നിർത്തിക്കൂടെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പം ദേശാഭിമാനി, ജന്മഭൂമി, ചന്ദ്രിക, വീക്ഷണം, ഈ പത്രങ്ങളെല്ലാം എടുത്തു നോക്കുക. ദേശാഭിമാനി പിടിച്ചു നിൽക്കുന്ന എങ്ങനെയാ? ദേശാഭിമാനിക്ക് പൊളിറ്റിക്സ് കൊണ്ടാണ്. വരിക്കാരേ ഉള്ളൂ, വായനക്കാരില്ല. ആകെ ആൾക്കാർ പൈസ കൊടുത്ത് മനസ്സുകൊണ്ട് ആത്മാർത്ഥമായി വാങ്ങാൻ ആഗ്രഹിക്കുന്ന പത്രങ്ങൾ എന്ന് പറഞ്ഞാൽ മനോരമയും മാതൃഭൂമിയും മാത്രമേ ഉള്ളൂ. നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും അത് നമ്മൾ മേടിക്കുകയാണെങ്കിലും അത് തന്നെയാണ്. ഇപ്പം ദേശാഭിമാനി എന്ന് പറഞ്ഞാൽ പാർട്ടിക്കാരെ കൊണ്ട്, സർവീസ് സംഘടനക്കാരെ കൊണ്ട് നിർബന്ധപൂർവ്വം എടുപ്പിക്കുക. ഇപ്പം NGO യൂണിയൻ അല്ലെങ്കിൽ KSTA തുടങ്ങിയിട്ടുള്ള അവർ അധ്യാപക സംഘടന, സർവീസ് സംഘടന, ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ അവർ ആൾക്കാരെ കൊണ്ട് ഇല്ലെങ്കിൽ സ്ഥലം മാറ്റും, ഇല്ലെങ്കിൽ ബാക്കിയുള്ള നടപടി ഉണ്ടാകും, ഇവർ കോർണർ ചെയ്യപ്പെടും എന്നുള്ളതുകൊണ്ട് ഈ സാധനം ഏത് വീട്ടിൽ പോയാലും ദേശാഭിമാനി വരുത്തുന്ന വീട്ടിൽ ദേശാഭിമാനിക്ക് ഒരു ചുളിവും പറ്റി കാണത്തില്ല. ഇത് അവിടെ വെക്കുക, അടുക്കി വെക്കുക, രാവിലെ പത്രം ഇടും, അവിടെ അടുക്കി വെക്കും. ദേശാഭിമാനി വരുത്തുന്ന വീടുകളിൽ ഈ അത്യാവശ്യം വായിക്കുന്ന ആളുകളുടെ വീടുകളിൽ മറ്റൊരു പത്രം തീർച്ചയായിട്ടും ഉണ്ടാവും. മാതൃഭൂമിയോ മനോരമയോ ഉണ്ടാവും. പിന്നെ ക്ലാരിഫിക്കേഷൻ ചെയ്യണം ഇതിനകത്ത് ഏതാണ് ഒറിജിനൽ വാർത്ത. പിന്നെ ജമാഅത്തെ ഇസ്ലാമി ദേശാഭിമാനി വായിക്കുന്നില്ലെന്നേ, മറിച്ചു നോക്കുന്നില്ല. ആകെ ദേശാഭിമാനി വായിച്ചു നോക്കുന്നവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഴയ കുറേ സഖാക്കൾ ഇപ്പോഴും നമ്മുടെ ചങ്കില ദേശാഭിമാനിയാണ്, പാലോറ മാതയുടെ പശുക്കിടാവിൻ്റെ കഥയും വായിച്ചുകൊണ്ടിരിക്കുകയാണ്. EMS ഒക്കെ കൂടെ തുടങ്ങിയ സ്ഥാപനമാണ് എന്നുള്ള രീതിയിൽ വൈകാരിക ബന്ധത്തിൻ്റെ പേരിൽ ഇപ്പോഴും ദേശാഭിമാനിക്കകത്ത് വരുന്നതാണ് ശരി എന്ന് വിശ്വസിച്ചിരിക്കുന്നതാണ്. അങ്ങനെ വിശ്വസിക്കുന്ന ആൾക്കാർ. രണ്ടാമതൊരു കൂട്ടരെന്ന് പറഞ്ഞാൽ എൻ്റെ അവിടെ എന്തെങ്കിലും നാട്ടിലെന്തെങ്കിലും പരിപാടി നടന്നു കാണും, സമ്മേളനം, DYFIയുടെ സമ്മേളനം ഒക്കെ, ഇന്ന ആൾ ഉദ്ഘാടനം ചെയ്തു, എൻ്റെ ഫോട്ടോ വന്നിട്ട് എൻ്റെ പേരുണ്ടോ, എൻ്റെ ഫോട്ടോ ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് മാത്രം എടുത്ത് നോക്കുന്നവരാണ് പിന്നീടുള്ളവർ. അല്ലാതെ ഇവർ വരുന്നു, ആ പത്രോടെ അട്ടി വെക്കുന്നു, ഈ പഴയ സാധനം വാങ്ങാൻ വരുന്നവർ വരുമ്പോൾ അതേപോലെ തന്നെ അവർക്ക് ഏറ്റവും സന്തോഷം ദേശാഭിമാനി കിട്ടുന്നതാണ്. കാരണം ബാക്കിയുള്ളതൊക്കെ ആണെങ്കിൽ ഇവർ മടക്കാൻ നിൽക്കണം. ഇത് അതേപോലെ ഫ്രഷ് ആയിട്ട് പാക്ക് ചെയ്ത് കൊണ്ടുപോകും. അപ്പോൾ വേറെ പണിയൊന്നുമില്ല. അത് പിന്നെ അതിന് മാറ്റമുള്ളത് മാധ്യമമാണ്. ജമാഅത്തെ ഇസ്ലാമിയുടെ മാധ്യമം ദിനപത്രത്തിന് സീരിയസ് വായനക്കാരുണ്ട്. ഞാൻ ഉൾപ്പെടെ മാധ്യമം റെഫർ ചെയ്യാറുണ്ട്. അവരുടെ ഇന്റർനാഷണൽ ന്യൂസുകൾക്കകത്തും ബാക്കിയുള്ളതിനകത്തും ഒക്കെ അവർ നന്നായിട്ട് കവർ ചെയ്യും. ഒറ്റ പ്രശ്നമേ ഉള്ളൂ, എല്ലാത്തിനകത്തും ജാതി കൊണ്ട് മതം കൊണ്ടൊന്ന് കയറ്റി വെക്കും. അത് അവരുടെ ബുള്ളറ്റിനുള്ള സാധനം. എല്ലാ വാർത്തയും മതത്തിൻ്റെ കണ്ണിലൂടെ കാണും എന്നുള്ള രീതി വിളിച്ചാൽ പൊതുവാർത്തകൾ കൈകാര്യം ചെയ്യുന്നതിനകത്ത് എഡിറ്റോറിയലിനകത്തൊക്കെ നല്ല രസമുള്ള, നന്നായി കൈകാര്യം ചെയ്യും. വളരെ വിഷണറി ആയിട്ടുള്ള, ഏബിൾ ആയിട്ടുള്ള ആൾക്കാർ അതിനകത്തുണ്ട്. ദേശാഭിമാനിക്കും വീക്ഷണവും ജന്മഭൂമിയും മുന്നോട്ട് പോകാത്തതെന്ന് പറഞ്ഞാൽ ദേശാഭിമാനിക്ക് CPM കണ്ടെത്തുന്ന പോലെയുള്ള നിർബന്ധിത വരിക്കാരെ കണ്ടെത്താനുള്ള സാങ്കേതികമായ തടസ്സം അവർക്കുണ്ട്. BJPയുടെ ഭരണമില്ല, ആ രീതിയിലുള്ള സൗകര്യങ്ങളില്ല. വീക്ഷണത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺഗ്രസ്സുകാർക്ക് പത്രം വായിക്കുന്ന ശീലമില്ല. അവരെല്ലാം വായിക്കാതിരുന്നിട്ടുള്ള കാര്യമുണ്ടോ? അങ്ങനെ പ്രത്യേക വിഭാഗമാണ് ഇവർ. പിന്നെ ചന്ദ്രികയെ സംബന്ധിച്ചുള്ള ഫണ്ടിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. പിന്നെ PRDയുടെ പരസ്യങ്ങൾ ദേശാഭിമാനിക്ക് കൂടുതൽ കിട്ടും, ബാക്കിയുള്ളവർക്ക് കിട്ടുന്നതിന് കുറവായിരിക്കും. താരിഫിലും വ്യത്യാസം വരും. മറ്റവർക്ക് നല്ല റേറ്റിംഗ് ഇട്ട് കൊടുത്ത് നല്ല താരിഫ് മേടിക്കും. അപ്പം അങ്ങനെയുള്ള മനോരമയ്ക്കും മാതൃഭൂമിക്കും പിന്നെ PRD എന്തായാലും കൊടുക്കും. ഗവൺമെൻറ് നാട്ടുകാരുടെ എത്തിക്കണമെന്നുണ്ടെങ്കിൽ 2 രൂപ കൊടുക്കണം എന്നറിയാം. അപ്പം എന്താ വെച്ചാൽ അവർക്ക് വെറുതെ ഇരുന്ന് പരസ്യം കിട്ടിക്കൊണ്ടിരിക്കും. മറ്റുള്ളവർക്ക് പരസ്യങ്ങൾ കിട്ടത്തില്ല. കാരണം ഒരു സ്ഥാപനം പരസ്യം കൊടുക്കുമ്പോൾ ഈ സാധനം 10 പേര് കാണണ്ടേ, എന്നാലല്ലേ ഇതാവുള്ളൂ. അപ്പോൾ ഈ പറഞ്ഞു വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി ഈ മാധ്യമത്തിന്റെ ലെവല് മാറാൻ പോവുകയാണ്. മാധ്യമ രംഗത്ത് നല്ലൊരു കോമ്പറ്റീഷൻ ഉണ്ടാവും. ഈ വാർത്തകൾ ശരിയാണെങ്കിൽ മംഗളം അദ്ദേഹം ഏറ്റെടുക്കുകയാണ്. മംഗളം ഏറ്റെടുക്കുകയാണെങ്കിൽ മംഗളം നന്നായിട്ട്, കാരണം മംഗളം MC വർഗീസ് ഒക്കെ സ്ഥാപിച്ച ഒരു സ്ഥാപനമാണ്. മംഗളം വാരിക ഒരു കാലത്ത് പൈങ്കിളി വാരികയാണ്. മനോരമയും മംഗളവും തമ്മിലായിരുന്നു ഫൈറ്റ് ഉണ്ടായിരുന്നത്. പിന്നീട് പിന്നെ പൈങ്കിളി വാരികയുടെ കാലഘട്ടം കഴിഞ്ഞു പോയി. സീരിയലുകൾ വരാൻ തുടങ്ങിയപ്പോൾ അതിനേക്കാളും പൈങ്കിളി അപ്പുറത്ത് വരാൻ തുടങ്ങി. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ മുട്ടത്ത് വർക്കിയുടെയും ഇവരുടെയൊക്കെ സ്റ്റൈൽ പാറ്റേണിൽ എഴുതിക്കൊണ്ടിരുന്ന ജോസി വാക്കമറ്റം, ജോയ്സി തുടങ്ങിയിട്ടുള്ള ആളുകളുടെയൊക്കെ അതിൻ്റെ പുറകെ ആളുകൾ ഇപ്പോൾ പോകാനില്ല. കാരണം ഇപ്പം പിന്നീട് സീരിയൽ വന്നു. ഇപ്പം സീരിയലിന് പോലും പ്രേക്ഷകരില്ല, സീരിയലും കണ്ടിരിക്കാൻ താല്പര്യമില്ല. അപ്പോൾ ഓൺലൈൻ പിന്നെ നമ്മുടെ ഫോണിനകത്ത് നോക്കി കാര്യങ്ങൾക്കകത്ത് യൂട്യൂബിനകത്ത് നോക്കിയിരിക്കുന്ന അല്ലാതെ ആൾക്കാരും മറ്റൊന്നും കാണുന്നില്ല എന്നുള്ള സംവിധാനമുണ്ട്. നേരം പോക്കിന് എല്ലാം ഇപ്പോൾ നമ്മൾ യാത്ര ചെയ്യുകയാണെങ്കിൽ മറ്റേ നമ്മൾ ട്രെയിനിലിരുന്ന് കഴിഞ്ഞാൽ തമ്മിൽ സംസാരിക്കും. ദീർഘദൂര യാത്രയാണെങ്കിൽ ചീട്ടുപെട്ടി ആരെയും കൊണ്ട് കാണും. ഒരു പരിചയമില്ലാത്തൊരു തമ്മിൽ അവിടെ നിന്ന് പരിചയപ്പെട്ട് ഇറങ്ങുമ്പോഴത്തേക്ക് വലിയൊരു ആത്മബന്ധത്തിൽ പരസ്പരം നമ്പർ ഷെയർ ചെയ്യും. ഇന്ന് നമ്മൾ അടുത്തിരിക്കുന്ന ആളെ പരിചയപ്പെടുന്നില്ല. ഇവിടെ നിന്ന് നമ്മൾ ദില്ലി വരെ യാത്ര ചെയ്താലും നമ്മൾ അടുത്തിരിക്കുന്ന ആളോട് ചിലപ്പോൾ പേരെന്താന്ന് പോലും ചോദിക്കുന്നില്ല. അതിനകത്തിരിക്കുന്ന ഒപ്പിക്കാതിരിക്കുന്ന ആൾക്കാരെല്ലാം എല്ലാവരും ഈ ഫോണിനകത്തായിരിക്കും. അപ്പോൾ അങ്ങനെ ഒരു കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുന്നത്. അങ്ങനെ കാലഘട്ടത്തിൽ ജീവിക്കുമ്പോൾ ഇപ്പം ഇദ്ദേഹം ഈ മംഗളം ഏറ്റെടുക്കുമ്പോൾ ഉണ്ടാവുന്ന പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, ജന്മഭൂമി ഏറ്റെടുത്ത് കഴിഞ്ഞാലുള്ള പ്രശ്നം എന്താ? അത് മാത്രമല്ല, ചന്ദ്രികയ്ക്കകത്തും ദേശാഭിമാനിക്കകത്തും ഒക്കെ ഉള്ള ജോലി ചെയ്യുന്ന ചില ആൾക്കാർ അതിൻ്റെ പ്രഷറിനെ കുറിച്ച് പറയാനുണ്ട്. ദേശാഭിമാനിയുടെ മലപ്പുറം ജില്ലക്കാരനാണ്.
മലപ്പുറം ജില്ലയിലെ ഒരു ദിവസം മലപ്പുറം എഡിഷനകത്ത് ദേശാഭിമാനിക്കകത്ത് വന്നൊരു വാർത്തയാണ്. കക്കൂസ് പ്രശ്നം, പ്രതിപക്ഷം ഇറങ്ങിപ്പോയി. അപ്പം ഞാൻ കരുതുന്നത് എന്തോ വലിയ സംഭവമാണ്. പത്രം 8ഓളം വാർത്ത. ഈ വാർത്തയ്ക്കകത്ത് ഒന്ന് എടുത്തു നോക്കുമ്പോൾ എന്താണെന്നറിയോ, പാലോളി കുഞ്ഞുമുഹമ്മദ് എന്ന് പറയുന്ന അദ്ദേഹം ദേശാഭിമാനിയുടെ ബ്യൂറോ ചീഫും കൂടിയാണ്. മലപ്പുറം മുനിസിപ്പാലിറ്റിയുടെ പ്രതിപക്ഷ നേതാവുക CPM-ന്റെ. ആകെ 4 കൗൺസിലർമാരേ ഉള്ളൂ, അതിന്റെ നേതാവാണ്. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ എന്തോ മുനിസിപ്പാലിറ്റിയിൽ ഈ നമ്മുടെ ഇതിന്റെ എന്താ പറയുന്നത്, ജനകീയാസൂത്രണ പദ്ധതിയിൽ വീടുകൾ ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ളവർക്ക് കക്കൂസ് അനുവദിച്ചു കൊടുക്കുന്നതിനകത്ത് ലിസ്റ്റിൽ ക്രമക്കേടുണ്ടെന്ന് പറഞ്ഞ് ഇദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ മുനിസിപ്പാലിറ്റിയിൽ നിന്ന് ഇറങ്ങിപ്പോയ കാര്യം 4 പേര് ഇറങ്ങിപ്പോയതാണ്. നമ്മൾ കേട്ടാൽ തോന്നുന്നു നിയമസഭയിൽ നിന്ന് ഇറങ്ങിപ്പോയതെന്ന്. ഇങ്ങനെയാണ് വാർത്ത കൊടുക്കുന്നത്. അപ്പം ഇവരൊരു വാർത്ത ഏതെങ്കിലും ഇപ്പോൾ ഡൊണാൾഡ് ട്രംപ് രാജിവെക്കണമെന്ന് DYFIയുടെ കിഴക്കേത്തല യൂണിറ്റ് ആവശ്യപ്പെട്ടു. ഇവർ ഈ വാർത്തകൾ ഫ്രെയിം ചെയ്ത് വെക്കുമ്പോഴാണ് ഡൊണാൾഡ് ട്രംപ് രാജിവെക്കണമെന്ന് കിഴക്കേത്തല യൂണിറ്റ് ആവശ്യപ്പെട്ടു. മലപ്പുറം ജില്ലയിലെ മഞ്ചേരിയിലെ ഒരു ഗ്രാമപ്രദേശമായിട്ടുള്ള കിഴക്കേത്തലയിലുള്ള ഒരു യൂണിറ്റ് ആവശ്യപ്പെട്ടു ഡൊണാൾഡ് ട്രംപ് രാജിവെക്കണമെന്ന്. ഈ പ്രമേയം അവതരിപ്പിച്ചു എന്നുള്ള ഈ വാർത്ത പത്രത്തിൽ വന്നില്ലെങ്കിൽ ഇവർ വിളിച്ച് ഫയർ ചെയ്യും. ഞങ്ങൾ പൈസ കൊടുത്ത് പത്രം മേടിക്കുന്നില്ല, ഞങ്ങൾ പത്രമല്ല എന്താ ഇതിനകത്ത് കൊടുക്കാത്തെന്നുള്ള ഈ പ്രഷർ അവർക്കുണ്ട്. അത് ചന്ദ്രികയ്ക്കുണ്ട്. ലീഗിനകത്ത് ചന്ദ്രികയെ പ്രവർത്തിക്കുന്ന പലരും പറയാറുണ്ട്. ജന്മഭൂമിക്കുണ്ടത്. അതേസമയം മംഗളത്തിൽ എന്തായാലും രാജീവ് ചന്ദ്രശേഖരൻ്റെ ആൾക്കാരെ വിളിച്ചിട്ട് ഞങ്ങളെ വാർത്ത വന്നില്ലെന്ന് ഒരു BJP-കാരനും പറയാൻ പോകുന്നില്ല. ജന്മഭൂമി കൊണ്ടുപോയിട്ട് കൈ വെച്ച് കഴിഞ്ഞാൽ കൈ കൊള്ളൂ എന്നുള്ളത് ഇയാൾക്കറിയാം. കാരണം വെച്ചാൽ ഇവന്മാർ മുഖപത്രമാണ്. ഇവർക്ക് ഇവരുടെ ചിരിക്കുന്ന ഫോട്ടോ ഇട്ട് ഇവർ നടത്തിയ പരിപാടികളും ഈ പറഞ്ഞ വിവരക്കേടുകളും ഇവരുടെ പ്രകടനങ്ങളും ഇതെല്ലാം റിപ്പോർട്ട് ചെയ്യണം. ഗ്രൂപ്പ് തർക്കങ്ങളാവും. മറ്റേത് പ്രൊഫഷണലായിട്ട് കൊണ്ടുപോകാൻ പറ്റും. ഇപ്പം ഞാൻ മംഗളത്തിൻ്റെ പ്രസ്സിലൊക്കെ പോയിട്ടുള്ളതാണ്. ഞാനും മുൻ മന്ത്രി KE ഇസ്മായിലിൻ്റെ മകൻ, അവൻ ഇൻവെസ്റ്റ് ചെയ്തിട്ട് ബൈജു ഇസ്മായിലിൻ്റെ വളരെ അടുത്ത സുഹൃത്താണ്, സഖാവാണ് ബൈജു. ഞങ്ങൾ ഖത്തറിൽ ഒരു സാധനം ആരംഭിക്കാൻ വേണ്ടി തീരുമാനിച്ചൊരു മാഗസിൻ. അതിൻ്റെ ബാക്കിയുള്ള ഫർദർ ഡിസ്കഷന് വേണ്ടിയിട്ട് ഞാൻ ഖത്തറിൽ നിന്ന് ഇവിടെ വന്ന് ബൈജുവിൻ്റെ നിർദ്ദേശപ്രകാരം ബൈജു എനിക്ക് അവിടെ ലിങ്ക് ചെയ്തു തന്നു. CPയുടെ നേതാക്കന്മാരുമായിട്ട് ബന്ധപ്പെട്ട് അങ്ങനെ ഞാൻ മംഗളത്തിൻ്റെ ഇവിടെയൊക്കെ പോയതാണ്. സത്യം പറഞ്ഞ ശ്മശാന ഭൂമിയാണത്. ആകെ വലിയൊരു ബിൽഡിങ്ങും പ്രസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ചത്ത് കിടക്കുന്ന അവസ്ഥയാണ്. അവിടെ ചെന്നപ്പോൾ നമുക്ക് പലരുമായിട്ട് ഡിസ്കഷൻസ് ഒക്കെ നടത്തുമ്പോൾ നമുക്കും വെറുത്തു പോകുക. നമ്മൾ പിന്നെ പ്രൊജക്റ്റ് ഇടയ്ക്ക് വെച്ചിട്ട് നിർത്തി. ഞാൻ പിന്നെ വേറെ ജോലിയിലേക്കൊക്കെ പോകുന്ന സ്ഥിതിയും വന്നു. ബൈജുവിനും കുറച്ച് സാമ്പത്തിക പ്രയാസങ്ങൾ അതിനിടയ്ക്ക് വന്ന് ക്രൈസിസ് വന്നപ്പോൾ. അപ്പം അന്ന് ബൈജു എന്നോണ്ടുണ്ട് ഈ സാധനം നമുക്കൊക്കെ ഏറ്റെടുത്ത് നടത്താൻ പറ്റുന്നതായിരുന്നു, ഇൻവെസ്റ്റ് ചെയ്യാൻ പൈസ ഉണ്ടെങ്കിൽ ആ രീതിയിൽ. അപ്പം രാജീവ് ചന്ദ്രശേഖർ അത് ഏറ്റെടുത്ത് കഴിഞ്ഞാൽ മംഗളം ഫീൽഡിൽ സജീവമായി, അതായത് മാതൃഭൂമിക്കും മനോരമയ്ക്കും വെല്ലുവിളിയാവുമെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ മാതൃഭൂമിയും മനോരമയും മാധ്യമവും കഴിഞ്ഞാൽ 4ാമത്തെ സ്ഥാനത്ത് നിൽക്കുന്ന നിഷ്പക്ഷമായൊരു പത്രമായിട്ട് അതിനെ വളർത്തിയെടുക്കാൻ കഴിയും. ഒരു സ്പേസ് ഉണ്ട് ഇവിടെ. ആ സ്പേസിനെ യൂസ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ അത് നന്നായിട്ട് തന്നെ കച്ചവടം അറിയുന്നു തന്നെ രാജീവ് ചന്ദ്രശേഖർ. പിന്നെ വേണമെങ്കിൽ കേന്ദ്ര സർക്കാരിലെ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് സർവൈവ് ചെയ്യാൻ വേണ്ട, അത്യാവശ്യം വേണ്ട കേന്ദ്രത്തിലെ പരസ്യങ്ങളും പിടിച്ചെടുക്കാൻ പറ്റും. അവർ പിന്നെ വ്യൂവർഷിപ്പ് നോക്കിയിട്ട് പരസ്യം കൊടുക്കുള്ളൂ. കേരളത്തിൽ അങ്ങനെയല്ല. കേരളത്തിൽ സഖാക്കൾ തട്ടിക്കൂട്ട് സ്ഥാപനം തുടങ്ങിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഓൺലൈൻ സ്ഥാപനങ്ങൾക്ക് സഖാക്കൾ തുടങ്ങുന്ന CPM-കാരായിട്ടുള്ള ആൾക്കാർ എവിടെയെങ്കിലും ഓൺലൈൻ മീഡിയ ചാനൽ തുടങ്ങിക്കഴിഞ്ഞാൽ അതിന് പരസ്യം കൊടുക്കുന്നുണ്ട് PRT. അത് നിർബന്ധപൂർവ്വം കൊടുക്കുക. ഈ സർവീസ് സഹകരണ ബാങ്കുകൾ പരസ്യം കൊടുക്കുന്ന പോലെയാണ്. അപ്പോൾ കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള സർവീസ് സഹകരണ ബാങ്ക് കോൺഗ്രസിന് എന്ത് പരിപാടിക്കും സുവനീർ ഉണ്ടെങ്കിലും ബാക്കിയുള്ള ഉണ്ടെങ്കിലും ഒക്കെ പരസ്യം കൊടുക്കണം. CPM-ന് അങ്ങനെ കൊടുക്കണം, ലീഗിന് അങ്ങനെ കൊടുക്കണം. അപ്പോൾ ഈ രീതിയിൽ ഉള്ള തരം താഴ്ന്ന രീതിയിലേക്ക് പോകാതെ മാന്യമായി തന്നെ നടത്തുകയാണെന്നുണ്ടെങ്കിൽ സെൻട്രൽ PRT-യുടെ പരസ്യങ്ങൾ കിട്ടും. അപ്പോൾ അത്യാവശ്യം സർവൈവ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അപ്പം രാജീവ് ചന്ദ്രശേഖർ ഒന്നും കാണാതെ പട്ടൊരു വെള്ളത്തിൽ ചാടത്തില്ല എന്ന് പറഞ്ഞ പോലെ തന്നെ രാജീവ് ചന്ദ്രശേഖർ ബേസിക്കലി ബിസിനസ്സുകാരനാണ്. ആ രീതിയിലേക്ക് പോകും. പക്ഷേ ബിസിനസ്സും രാഷ്ട്രീയവും തമ്മിൽ അദ്ദേഹം ക്ലബ് ചെയ്യാറില്ല എന്നത് അദ്ദേഹത്തിൽ കണ്ടിട്ടുള്ള ക്വാളിറ്റിയാണ്. എന്തായാലും മംഗളത്തിന് വരാൻ പോകുന്ന മാറ്റങ്ങൾ നമുക്ക് നോക്കി കാണാം വരും ദിവസങ്ങളിൽ.